ഏറ്റവും സ്നേഹമുള്ള വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സെ, പ്രിയ മാതാപിതാക്കളെ, 2024 ജൂൺ 2-ാം തീയതി ആഗോള സഭ മുഴുവനും കോർപ്പൂസ് ക്രിസ്റ്റിയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. കോർപ്പൂസ് ക്രിസ്റ്റി എന്ന് പറഞ്ഞാൽ ദിവ്യകാരുണ്യനാഥൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. കോർപ്പൂസ് എന്ന് പറഞ്ഞാൽ ശരീരമാണ്. യേശുവിൻ്റെ ശരീരത്തിൻ്റെ രക്തത്തിൻ്റെ തിരുനാളാണ് കോർപ്പൂസ് ക്രിസ്റ്റി എന്ന് പറയുന്നത്. ഈ തിരുനാൾ ഉണ്ടായത് 1246 AD റോബർട്ട് ദി ടോർട്ടെ ലീജിയനിലെ ബിഷപ്പായിരിക്കുമ്പോഴാണ്. അദ്ദേഹം റോബർട്ട് ദി ടോർട്ടെ തൻ്റെ രൂപത മുഴുവനും ദിവ്യകാരുണ്യനാഥന് സമർപ്പിക്കുകയും രൂപതയിൽ മുഴുവനും ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്തുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടമുണ്ട്. യേശുവിൻ്റെ ശരീരത്തിൻ്റെ പരിശുദ്ധ കുർബാനയുടെ ആയിരം അനുഭവങ്ങൾ ഈ ബെൽജിയത്തിൽ നിന്നും വത്തിക്കാനിൽ എത്തിച്ചേർന്നു. പരിശുദ്ധ കുർബാനയുടെ അനുഭവങ്ങൾ പലരു വഴിയായിട്ട് പരിശുദ്ധ പിതാവിൻ്റെ ചെവിയിലെത്തി. അങ്ങനെ 1264 പരിശുദ്ധ പിതാവ് ഉർബൻ 4-ാമൻ പിതാവ് യേശുവിൻ്റെ ശരീരത്തിൻ്റെ തിരുരക്തത്തിൻ്റെ പരിശുദ്ധ കുർബാനയുടെ ആയിരം അനുഭവങ്ങൾ എത്തിച്ചേർന്നു. അതിൻ്റെ ഫലമായിട്ട് പോപ്പ് ഉർബൻ 4-ാമൻ പിതാവ് 1264 ലോകം മുഴുവനിലും ഈ തിരുനാൾ നടത്തുവാനായിട്ട് ആവശ്യപ്പെട്ടു. അന്ന് മുതൽ ഇന്ന് വരെ പരിശുദ്ധ കുർബാനയുടെ ആഘോഷമായ പ്രദക്ഷിണങ്ങൾ നടന്നു തുടങ്ങി. 2023 പ്രിയമുള്ളവരെ, നവംബർ മാസം ഞാൻ അരുണാചൽ പ്രദേശിലെ ചെല്ലുകയുണ്ടായി. അപ്പോൾ അവിടെ പല വൈദികരും പറഞ്ഞു കേട്ടു, ഇറ്റാനഗറില് ദീപികാരുണ്യം പ്രദക്ഷിണമായിട്ട് ആ സിറ്റി മുഴുവനും കൊണ്ടുപോവുകയും ഇത് വലിയൊരു അനുഭവത്തിലേക്ക് മാറുകയും ആയിരങ്ങള് യേശുവിനെ അറിയുകയും അനുഭവിക്കുകയും രോഗസൗഖ്യങ്ങൾ പ്രാപിക്കുകയും ചെയ്തു എന്ന് അറിഞ്ഞു. ഇത് ആ രൂപതയിലെ പല ഇടവകകളിലും നടത്തുവാൻ തുടങ്ങി. നമ്മുടെ നാട്ടില് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുകൊണ്ട് പട്ടണങ്ങളിലൂടെ പോകുന്നതൊന്നും എൻ്റെ അറിവിലില്ല. വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ 40 മണി ആരാധന തുടങ്ങി. 40 മണിക്കൂർ യേശുവിൻ്റെ ശരീരത്തെയും രക്തത്തെയും ആരാധിക്കുന്ന, സ്തുതിക്കുന്ന, ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന ആ കർമ്മങ്ങൾ നടത്തുവാൻ തുടങ്ങി. ഞാൻ മനസ്സിലാക്കുന്നത് വാഴക്കുളം കർമ്മല ആശ്രമത്തിലാണ് ആദ്യമായിട്ട് കേരളത്തിൽ 40 മണി ആരാധന തുടങ്ങിയത്. ഇന്ന് പല ദേവാലയങ്ങളിലും 40 മണി ആരാധന അല്ലെങ്കിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധനയും സ്തുതികളും നടത്തുന്നുണ്ട്. പല ഇടവകകളിലും അഡോറേഷൻ ചാപ്പല് പരിശുദ്ധ കുർബാനയെ ആരാധിക്കുവാനായിട്ട്, സ്തുതിക്കുവാനായിട്ട് കർമ്മങ്ങൾ നടത്തുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പരിശുദ്ധ കുർബാനയെ കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് കരുതുകയാണ്. ഏറ്റവും പ്രിയമുള്ളവരെ, 2014 നവംബർ 14-ാം തീയതി കേരള കത്തോലിക്ക സഭയ്ക്ക് മറക്കാനാകാത്ത വലിയൊരു സംഭവം വത്തിക്കാനിൽ ഉണ്ടായി. വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറില് അവിടുത്തെ സമയം 10 മണി നവംബർ മാസം 23-ാം തീയതി 2014 പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനെയും യൗപ്രാസി അമ്മയെയും വിശുദ്ധരെന്ന് പ്രഖ്യാപിച്ച അഭിമാനാർഹമായ വലിയൊരു സുദിനമാണെന്ന് അന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ആ പരിശുദ്ധ കുർബാനയില് 100-ൽ പരം കർദിനാളന്മാരും, ഞാൻ മനസ്സിലാക്കുന്നത് 1000-ൽ പരം മെത്രാന്മാരും, കേരളത്തിൽ നിന്നുള്ള എല്ലാ കത്തോലിക്ക മെത്രാന്മാരും പങ്കെടുത്ത വലിയ കർമ്മത്തില് പരിശുദ്ധ പിതാവ് ഓസി
കരങ്ങൾ ഉയർത്തിയിട്ട് ദൈവത്തിന് സമർപ്പിക്കും. കാഴ്ചവെപ്പില് വീഞ്ഞുയർത്തിയിട്ട് ആ കാസ തന്റെ നെറ്റിയിൽ മുട്ടിച്ചുകൊണ്ട് പിതാവ് പ്രാർത്ഥിക്കും. അങ്ങനെ ആ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൂദാശ വചനങ്ങൾ ഉച്ചരിക്കുകയാണ്. പിതാവ് ഉച്ചരിച്ചത് എങ്ങനെയാണെന്ന് നമുക്കൊക്കെ അറിയാം. ഈശോ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയില് അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്യുകയാണ്, ഇത് എന്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയം എടുത്തുകൊണ്ട് ആശീർവദിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതെന്റെ രക്തമാണ്, നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവിൻ. ആ കൂദാശ വചനം തന്നെയല്ലേ ഇന്ന് ലോകം മുഴുവനും ചൊല്ലുന്നത്? നമുക്കറിയാം, കത്തോലിക്ക സഭയില് 23 സുജൂറിയസ് ചർച്ചസ് ഉണ്ട്, ഓട്ടോണമസ് ചർച്ചസ് ഉണ്ട്, സ്വതന്ത്ര സഭകളുണ്ട്. നമ്മുടെ കേരളത്തിലെ സീറോ മലബാർ സഭയും മലങ്കര സഭയും ആ 23 ഓട്ടോണമസ് ചർച്ചിൽ പെട്ടതാണ്. കൂടാതെയുള്ള ലാറ്റിൻ സഭ ഏറ്റവും വലിയ സഭ. അപ്പൊ 23 സഭയിലും ഏറ്റവും വലിയ സഭയായ ലാറ്റിൻ സഭയിലും മൊത്തം 24 സഭയിലും എല്ലാ കുർബാനയിലും പ്രാർത്ഥിക്കുന്നത് പെസഹ വ്യാഴാഴ്ച ആ സെഹിയോൻ മാളികയില് ഈശോ ഉച്ചരിച്ച അതേ വചനങ്ങൾ തന്നെയാണ്. ഭാഷകൾ വ്യത്യാസമുണ്ടാകാം, അവതരണ ശൈലികൾ വ്യത്യാസമുണ്ടാകാം, എന്നാൽ എല്ലായിടത്തും കുർബാന ഏകദേശം ഒന്ന് തന്നെയാണ് എന്ന് പറയുവാൻ, അതായത് യേശുവിന്റെ ശരീരവും രക്തവുമായി മാറുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്, ഏറ്റവും വലിയ കർമ്മമാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ഈ വിശുദ്ധ കുർബാനയുടെ തിരുനാള് 13-ാം നൂറ്റാണ്ടില് ഊർബൻ 4-ാം പിതാവ് ലോകം മുഴുവനും ആചരിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. സ്നേഹമുള്ളവരെ, കോർപ്പസ് ക്രിസ്റ്റിയുടെ ഈ പെരുന്നാൾ ദിവസം പരിശുദ്ധ കുർബാനയെ കുറിച്ച്, യേശുവിന്റെ സ്ഥാപന വാക്യങ്ങളെ കുറിച്ച് ബൈബിളില് 4 ഭാഗത്താണ് വരുന്നത്. ഒന്ന്, കൊറിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 23 മുതൽ 29 വരെയുള്ള വചനങ്ങളിലും, രണ്ടാമത് മർക്കോസിന്റെ സുവിശേഷത്തിലും, മൂന്നാമത് മത്തായിയുടെ സുവിശേഷത്തിലും, നാലാമത് ലൂക്കായുടെ സുവിശേഷത്തിലുമാണ്. ഈ സ്ഥാപന വാക്യങ്ങള് പ്രത്യേകമായിട്ട് നമ്മൾ എടുത്ത് ഈ കോർപ്പസ് ക്രിസ്റ്റിയുടെ തിരുനാൾ ദിവസം ഒന്ന് ആലോചിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, നടത്തുകയാണ്. കൊറിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 23-29 വചനങ്ങളില് പറയുമ്പോൾ പരിശുദ്ധ കുർബാനയുടെ സ്ഥാപന വാക്യങ്ങൾ പറയുന്നതിനൊരു പശ്ചാത്തലമുണ്ട്. പശ്ചാത്തലം ഇതാണ്: ഈ കൊറിന്ത്യ സഭയിലുള്ള ജനങ്ങള് വീടുകളിൽ നിന്ന് അപ്പം കൊണ്ടുവരും. ഈ അപ്പം കൊണ്ടുവന്നിട്ട് അവരത് ഭക്ഷിക്കും. മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാതിരിക്കുന്ന ഒരു അവസരത്തിലാണ് ഈ പരിശുദ്ധ കുർബാനയുടെ സ്ഥാപന വാക്യങ്ങളെ കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്. പൗലോസ്ലീഹ ചോദിക്കുകയാണ്, ഈ അപ്പം ഭക്ഷിക്കാനായിട്ട് നിങ്ങളുടെ ഭവനങ്ങളില്ലേ? നിങ്ങൾ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഈ അപ്പം മറ്റുള്ളവർക്ക് കൊടുക്കുന്നില്ല, ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക്, വിശക്കുന്നവർക്ക് കൊടുക്കുന്നില്ല. യേശു ചെയ്തത് എന്താണ്? ജനങ്ങൾക്ക്, വിശന്നു വരുന്ന ജനങ്ങൾക്ക് 5 അപ്പം അവിടെ നിന്ന് 5000 പേർക്ക് കൊടുക്കുകയാണ്. 2 അപ്പം 7000 പേർക്ക് കൊടുക്കുക. യേശു അപ്പം വർദ്ധിച്ചു നൽകുകയാണ്, ആ വിശക്കുന്നവർക്ക് കൊടുക്കുകയാണ്. പങ്കുവെക്കുന്ന വലിയൊരു മനോഭാവം, വലിയൊരു കാഴ്ചപ്പാട് ഈ പരിശുദ്ധ കുർബാനയില് നമുക്ക് തരുകയാണ്. നീ കറുത്തവനെന്നോ വെളുത്തവനെന്നോ യൂറോപ്യൻ രാജ്യത്തിൽപ്പെട്ടവനെന്നോ ഇന്ത്യക്കാരനെന്നോ പാകിസ്ഥാൻകാരനെന്നോ എന്നൊന്നും നമുക്ക് കാണാൻ കഴിയുകയില്ല. എല്ലാവർക്കും വിശുദ്ധ കുർബാന എല്ലാവർക്കുമാണ്. വിശുദ്ധ കുർബാന എല്ലാവർക്കും, വിശുദ്ധിയോടെ വരുന്ന എല്ലാവർക്കും ഉള്ളതാണ് പരിശുദ്ധ കുർബാന. ഈ പരിശുദ്ധ കുർബാനയുടെ ഈ അർപ്പണത്തിൽ പങ്കുവയ്ക്കുന്ന ഈ സംഭവം നടക്കുമ്പോൾ ദൈവം ഇടപെടുകയാ. ഞാനൊരു സംഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ. അതായത്, എൻ്റെ ഒരു നല്ല സുഹൃത്തുണ്ട് എനിക്ക്. എറണാകുളത്ത് ഹൈക്കോടതിയിൽ അദ്ദേഹം ജോലി ചെയ്യുന്ന മനുഷ്യനാണ്, വക്കീലാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ നാവില് ക്യാൻസർ വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് വാഴക്കുളം ആശ്രമത്തില് കുർബാന ഒന്നിച്ചർപ്പിച്ചു. അതിനുശേഷം ഭക്ഷണമൊക്കെ കൊടുത്തു. അപ്പോൾ ഞാൻ വൈദികരോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ നാവിൽ ക്യാൻസർ ആണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്.
പിറ്റേ ദിവസം ഭാര്യയുമായിട്ട് വന്ന് കുർബാന ചൊല്ലി. അപ്പോഴത്തേക്കും നാവിലുള്ള ആ ക്യാൻസറിന്റെ അവസ്ഥ കൂടി പെട്ടെന്ന് വളരുകയാണ്. അവർക്ക് ദൈവം RC റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരത്ത് കൊണ്ടേ ചെന്നു. പെട്ടെന്ന് തന്നെ ക്യാൻസർ ആണെന്ന് കൺഫേം ചെയ്തു. ഓപ്പറേഷൻ പറഞ്ഞു. അപ്പോൾ ദൈവം അവർക്കൊരു വഴി കാണിച്ചു കൊടുത്തു. മദ്രാസിലുള്ള, ചെന്നൈയിലുള്ള CMC ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിലേക്ക് അവർ പോവുകയാണ്, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലേക്ക്. അവിടെ ചെന്ന് പരിശോധിച്ചു. 1-2 ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ പറഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞ് ആ മനുഷ്യൻ അവിടെ കിടക്കുക. നാവ് മുറിച്ചു മാറ്റി. ശരീരത്തിന്റെ ഒരു ഭാഗത്തു നിന്ന് നാക്ക് അല്പം മാംസം എടുത്ത് പിടിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം കിടക്കുമ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് 1 ദിവസം കഴിഞ്ഞു. 2ാമത്തെ ദിവസം എൻ്റെ ഒരു നല്ല സുഹൃത്ത്, എനിക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്ന സുഹൃത്ത്, എൻ്റെ തുണിയെല്ലാം കൊണ്ടുപോയി ഒരു കാലഘട്ടത്തിൽ ആ മനുഷ്യൻ അലക്കിയിട്ടുള്ള മനുഷ്യനാണ്. ആ മനുഷ്യൻ രോഗം പിടിച്ച് കിടക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന്, കേരളത്തിൽ നിന്ന് ദിവ്യബലി അർപ്പിക്കുവാനുള്ള അപ്പവും വീഞ്ഞും കാസയും ബീലാസയും ഒരു ഊറാളിയും എടുത്തുകൊണ്ട് പോവുകയാണ്. അന്ന് ട്രെയിനിൽ ഇരുന്നു കൊണ്ട് മുഴുവൻ സമയവും 2 സങ്കീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്നു. സങ്കീർത്തനം 123 121 ഇങ്ങനെയാണ് പറയുന്നത്: സ്വർഗത്തിൽ വാഴുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് എന്റെ കണ്ണുകൾ ഞാൻ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്റെ പക്കലേക്ക് എന്ന പോലെയും ദാസിമാരുടെ കണ്ണുകൾ സ്വാമിനിയുടെ പക്കലേക്ക് എന്ന പോലെയും ഞങ്ങളുടെ കർത്താവിന് ഞങ്ങളോട് കരുണ തോന്നുവോളം ഞങ്ങൾ അങ്ങയെ നോക്കിയിരിക്കുന്നു. അപ്പൊ ഞങ്ങളോട് കരുണ തോന്നുവോളം ഞങ്ങളെ നോക്കിയിരിക്കുന്ന ദീവികാരുണ്യമേ, അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഈ രോഗം ബാധിച്ച, ഈ ക്യാൻസർ ബാധിച്ച മകനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട്, സ്നേഹമുള്ളവരെ, ഈ ദീവികാരുണ്യം ട്രെയിനിലില്ലെങ്കിലും എൻ്റെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതോടൊപ്പം തന്നെ സങ്കീർത്തനം 6 ചൊല്ലി, കർത്താവെ, കോപത്തോടെ എന്നെ ശകാരിക്കരുതേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ. കർത്താവെ, ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണ തോന്നണമേ. എൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു, എന്നെ സുഖപ്പെടുത്തണമേ, എന്നെ സുഖപ്പെടുത്തണമേ. മോശയോട് കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഈ വചനം കേൾക്കുന്ന ക്യാൻസർ രോഗികളെ കർത്താവ് ദൈവം പ്രത്യേകമായിട്ട് എടുക്കുകയാണ്. അവരുടെ ശരീരങ്ങളിലേക്ക്, അവരുടെ ആത്മാവിലേക്ക്, അവരുടെ രക്തത്തിലേക്ക് കർത്താവെ, അങ്ങയുടെ വചനം കടന്നു ചെല്ലട്ടെ. വിശുദ്ധിയോടുകൂടി കുർബാന സ്വീകരിക്കുന്ന മക്കളെ കർത്താവെ, അങ്ങ് സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ട്രെയിനിലിരുന്ന് 6 മണിക്കൂറോളം ഈ മകന് വേണ്ടി പ്രാർത്ഥിച്ചു. പോകുന്ന വഴിക്കൽ എൻ്റെ ആഗ്രഹം ഒന്നേ ഉള്ളൂ, ഈ മനുഷ്യന് വേണ്ടി ഒരു കുർബാന ചെല്ലണം. അവിടെ ചെന്നപ്പോൾ, CMC ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ, അവിടെ ബലിയർപ്പിക്കുവാൻ എനിക്ക് സൗകര്യമില്ല. അപ്പോൾ ഞാൻ ഒരു ഹോട്ടൽ മുറി എടുത്തു. ഹോട്ടൽ മുറിയിലെ ആ ബെഡിലെ ഈ സാധനങ്ങളൊക്കെ, പരിശുദ്ധ കുർബാനയൊക്കെ ഒരുക്കി വെച്ചിട്ട്, നമ്മുടെ സീറോ മലബാർ കുർബാന ഞാൻ അവിടെ ചൊല്ലി. ആരും, എൻ്റെ ഒരു സുഹൃത്തുമുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് ചൊല്ലി. ഒരു ചെറിയ കുപ്പിയിൽ ഇത്തിരി രക്തം എടുത്തു. എന്നിട്ട് ഈ വ്യക്തിയുടെ കിടക്കുന്ന ബെഡിന്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, സുഹൃത്തേ, ഇത് ഈശോയുടെ രക്തമാണ്. നിനക്ക് സാധിക്കുമെങ്കിൽ ഈ രക്തത്തിലൊന്ന് കൈമുക്കിയിട്ട് നിന്റെ നാവിലൊന്ന് കുരിശു വരയ്ക്ക്. അവൻ അപ്രകാരം കുരിശു വരയ്ക്കുകയല്ല ചെയ്തത്. ആ കിട്ടിയ ചെറിയ കുപ്പിയിലുള്ള തിരുരക്തം മുഴുവനും അവന്റെ വായിലേക്ക് ഒഴിച്ച് പെട്ടെന്ന് തന്നെ അവൻ ഉറങ്ങിപ്പോയി. നേരം വെളുത്തപ്പോൾ ഉണ്ടായ സംഭവം എന്താണെന്നറിയാമോ? അവന്റെ മൂക്കിലൂടെ ഭക്ഷണം കൊടുക്കാൻ ഇട്ടിരിക്കുന്ന കുഴൽ ഇല്ലാതെയായിരിക്കുന്നു. അവിടുന്ന് മാറി പറഞ്ഞു പോയിരിക്കുന്നു. വയറിലൂടെ ഇട്ടിരിക്കുന്ന ചില കുഴലുകള്, എനിക്ക് അതിന്റെ പേരൊന്നും അറിയില്ല, അതെല്ലാം ഡ്രെയിനേജ് പൈപ്സോ, അതെല്ലാം മാറിക്കിടക്കുന്നു. ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഒട്ടുമുക്കാൽ ഭാഗവും സൗഖ്യപ്പെട്ടിരിക്കുന്നു. ആ ഡോക്ടറിന്റെ കൂടെയായിരുന്നു ഞാൻ യാത്ര ചെയ്തത് CMC ഹോസ്പിറ്റലിലേക്ക്. അദ്ദേഹമാണ് അവിടെ കൊണ്ടുവന്നാക്കിയത്. ഒരു കത്തോലിക്ക ഡോക്ടറാണ് അദ്ദേഹം. അപ്പൊ പരിശുദ്ധ കുർബാന, ഈശോ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ എടുത്ത ആ പരിശുദ്ധ കുർബാന ഇന്നും ജീവിക്കുന്ന ക്രിസ്തു നമ്മിലേക്ക് കടന്നു വരുന്നതാണ്. കോർപ്പസ് ക്രിസ്തിയുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ, ദൈവമേ, ജീവിക്കുന്ന കർത്താവേ, ജീവിക്കുന്ന കർത്താവേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, നന്ദി. 2-ാം തീയതി, ജൂൺ 2-ാം തീയതി കോർപ്പസ് ക്രിസ്തി ലാറ്റിൻ സഭ മുഴുവനും ആഘോഷിക്കുന്നതാ. ലാറ്റിൻ സഭ മുഴുവനും ആഘോഷിക്കുന്നതാ. നമ്മുടെ സീറോ മലബാർ റൈറ്റ് അനുസരിച്ച്
ഇന്നലെ ആയിരുന്നു, വ്യാഴാഴ്ചയായിരുന്നു പെരുന്നാള്. നമ്മൾ എത്രമാത്രം ആഘോഷിച്ചെന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും ഇന്ന് വെള്ളിയാഴ്ച പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിച്ച ദിവസമാണ്. അതിന്റെ പെരുന്നാളാണ്. ആ പെരുന്നാളിന്റെ കുർബാന ചെല്ലുന്ന അവസരത്തിൽ പ്രിയമുള്ളവരെ, എന്റെ മനസ്സിനകത്ത് ഇന്നലെ എന്നെ കാണാൻ വന്ന സൂര്യ എന്ന് പറയുന്ന എപ്പിലെപ്സി രോഗിയുണ്ട്. അതുപോലെ തന്നെ ക്യാൻസർ രോഗമാണെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞിരിക്കുന്നവരുണ്ട്. ആ ഓർമ്മകളെല്ലാം വെച്ചാണ് ഇന്ന് പരിശുദ്ധ കുർബാന ലിറ്റിൽ ഫ്ലവർ ചർച്ച് കൊടുവേലിയിൽ അർപ്പിച്ചത്. ആ കുർബാന അർപ്പിച്ചതിന് ശേഷം ഇവിടെ വന്നു നിന്നുകൊണ്ട് എൻ്റെ ചെറിയ ഒരു സ്റ്റുഡിയോയിൽ നിന്നുകൊണ്ട് ഞാൻ പരിശുദ്ധ കുർബാനയെ കുറിച്ച് നിങ്ങളോട് പറയുകയാണ്. എൻ്റെ ഓർമ്മയില് എനിക്ക് കൊടുക്കാനുള്ളത്, കർത്താവേ, എൻ്റെ അരികിൽ വന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന രോഗികളെയും തകർച്ച അനുഭവിക്കുന്നവരെയും യേശുവേ അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. നാം ആദ്യം പറഞ്ഞല്ലോ, പരിശുദ്ധ കുർബാനയുടെ സ്ഥാപന വാക്യങ്ങള് ആദ്യം വന്നത് കൊറിന്ത്യസ് സഭയിലാണ്. അവര് പങ്കുവയ്ക്കാത്ത അവസരത്തില് വേദനയോടെ ദുഃഖത്തോടെ പൗലോസ്ലീഹ അവരോട് പറഞ്ഞു കൊടുക്കുന്നതാണ്. അവിടെ ഒന്നാമതായിട്ട് പറയുന്നത് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ. പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം നമുക്കറിയാം. പെസഹ വ്യാഴാഴ്ചയാണ്, കടന്നുപോകേണ്ട തിരുനാളാണ്. ഇസ്രായേൽ ജനത ഈജിപ്തിൽ നിന്നും മോചിതരായിട്ട് കടന്നു വന്നിരിക്കുന്ന ദിവസം, അതിന്റെ ഓർമ്മയാണ് പെസഹ രാത്രി ആയിരുന്നത്. എന്നാൽ യേശു ഈ പെസഹ രാത്രിക്ക് പ്രത്യേകമായ ഒരു അർത്ഥം കൊടുക്കുകയാണ്. പെസഹ തിരുനാൾ, ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രി. ഹൃദയത്തിൽ വേദന നിറഞ്ഞു നിൽക്കുമ്പോൾ അർപ്പിക്കുന്ന, സ്ഥാപിക്കുന്ന കൂദാശയാണ് പരിശുദ്ധ കുർബാന. യേശുവിന് എന്താണ്? ഏതാനും നിമിഷങ്ങൾ, ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാല് യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കും. ആ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അവിടുന്ന് ഗെത്സമനിലേക്ക് പോകുന്നുണ്ട്. അവിടെ പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകന്നു പോകട്ടെ. വേദനയോടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ വിയർപ്പ് തുള്ളികൾ രക്തമായിട്ട് മാറുകയാണ്. ആ വിയർപ്പ് തുള്ളികൾ, ആ ഒലിവ് ഇടതൂർന്ന് വളരുന്ന ആ സ്ഥലത്ത് വീണ് കുതിർന്നില്ലേ? ഇന്ന് അവിടെ ഒരു ചർച്ചുണ്ട്. ചർച്ച് ഓഫ് ഓൾ നേഷൻ എന്നാണ് അറിയപ്പെടുക. എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ദേവാലയമാണ് യേശുവിന്റെ രക്തം വീണ ആ സ്ഥലത്തുള്ളത്. അപ്പൊ പരിശുദ്ധ കുർബാന ഈശോയുടെ ജീവനായി മാറുകയാണ് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ. രണ്ടാമത്, ഒന്നാമത്തെ കൊറിന്ത്യസ് ലേഖനത്തിൽ കാണുന്നത്, അവിടുന്ന് കൃതജ്ഞത ചൊല്ലി. കൃതജ്ഞത ചൊല്ലി. എന്താണ് കൃതജ്ഞത? നന്ദി പറയുകയാണ്. പിതാവായ ദൈവമേ, ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകമതികളിൽ നിന്നും മറച്ചു വെച്ച ഈ കാര്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിന് നന്ദി പറയുന്നു. പിതാവിനോട് നന്ദി പറയുവാൻ യേശുവിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. മറിയത്തിൽ നിന്ന് പിറന്ന അവസ്ഥ ഓർക്കുമ്പോൾ നന്ദി പറയുകയാണ്. 30 വയസ്സുവരെ ജീവിച്ച ആ കാര്യങ്ങളോർത്ത് ദൈവത്തോട് നന്ദി പറയുകയാണ്. ഈ ലോകത്തിലൂടെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് കുരുടർക്ക് കാഴ്ചയും ബദിർക്ക് കേൾവിയും മുടന്തർക്ക് സൗഖ്യവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിച്ചു എന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 61-ാം അധ്യായത്തിൽ 1-2 വചനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് തന്റെ പരസ്യ ജീവിതം അവസാനിപ്പിക്കുന്നത്. ആ പരസ്യ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ യേശു പിതാവിന് നന്ദി പറയുകയാണ് ഈ നടന്ന സംഭവങ്ങൾക്കെല്ലാം. ഇത്രയും നാൾ ഈ 3 വർഷത്തെ തന്റെ ജീവിതത്തിൽ വന്ന 33 വർഷത്തെ തന്റെ ജീവിതത്തിൽ വന്ന എല്ലാത്തിനും നന്ദി പറയുകയാണ്. പ്രിയമുള്ളവരെ, ദിവ്യബലി അർപ്പിക്കുവാനായിട്ട് അൾത്താരയിലേക്ക് കടന്നു വരുമ്പോൾ, വിശുദ്ധ ബലിപീഠത്തിനരികിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തോട് എന്തിനെല്ലാമാണ് നന്ദി പറയുവാനുള്ളത്? നമുക്ക് ജന്മം നൽകിയ നമ്മുടെ മാതാപിതാക്കന്മാരോട്, നമ്മെ വളർത്തിയ നമ്മുടെ ഗുരുഭൂതന്മാരോട്, കൂദാശകൾ പരികർമ്മം ചെയ്തു തരുന്ന വൈദികരോട്, നമ്മളെ വഴി നടത്തുന്ന ആളുകളോട്, നമ്മുടെ സുഹൃത്തുക്കളോട്, ബന്ധുമിത്രാദികളോട് കൃതജ്ഞത പറയുമെന്നോ എന്ന് പറഞ്ഞാണ് ദിവ്യബലിയിൽ പങ്കെടുക്കേണ്ടത്. 3, അപ്പമെടുത്തു മുറിച്ചു. നമ്മൾ കാണുന്നത് എന്താ? പൗലോസ്ലീഹ പറയുകയാണ്, അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയില് അപ്പമെടുത്തു മുറിച്ചു. ഞാൻ 16 വയസ്സിൽ രാജഗിരി സെന്റ് ജോസഫ് ഓസ്റ്റിൻസ് കോമിൽ ചേരുമ്പോൾ ഗിരിഗിരി പിതാവ്, രാജകോട്ട് ബിഷപ്പായിരുന്ന പിതാവ് പറഞ്ഞതോ, അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്തു വിഭജിച്ചു. പ്രിയമുള്ള വൈദികരെ, വൈദികരാകാൻ പോകുന്നവരെ, അവിടുന്ന് നിങ്ങളെ നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും എടുത്തിരിക്കുകയാണ്, എടുത്ത് മുറിക്കുകയാണ്. അപ്പമാകുന്ന നിങ്ങള്, പ്രിയപ്പെട്ട പുരോഹിതരെ,
അപ്പമാകുന്ന നിങ്ങളെ ദൈവം എടുത്തു, നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന്, നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്ന്, മിത്രങ്ങളിൽ നിന്ന് എടുത്തിട്ട് മുറിച്ച് നൽകപ്പെടുവാനായിട്ട് ജനത്തിന് കൊടുക്കുവാൻ ഒരു സിമ്പിളാണ്, ഒരു അടയാളമാണത്. മുറിച്ച് നൽകപ്പെടുക. അടുത്തത് യേശു പറയും, ഇത് എൻ്റെ ശരീരമാണ്, ഇത് എൻ്റെ രക്തമാണ്. അവിടെ ആ പെസഹ രാത്രിയിൽ യേശുവിന് തൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് മാംസം എടുത്തിട്ട് ഇതെന്റെ ശരീരമാണെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ? ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ നിന്ന് മാംസം എടുത്തിട്ട് പറയാൻ പറ്റുമോ? പക്ഷേ യേശു പറയുന്നത് എന്താ? മനുഷ്യന്റെ അപ്പമാകേണ്ട, മനുഷ്യന്റെ ശരീരമാകേണ്ട, മനുഷ്യന്റെ രക്തമാകേണ്ട ഈ അപ്പമാണ് എടുക്കുന്നത്. അതിന് ഈശോയുടെ ശരീരമായി മാറുന്നു. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ എന്നൊക്കെ പറയുമായിരുന്നു. ആ പരിശുദ്ധ കുർബാന യേശുവിന്റെ ശരീരമായി മാറുന്നു എന്നുള്ളതാണ് പൗലോസ്ലീഹ പറയുന്നത്. ആ വീഞ്ഞ് ഈശോയുടെ രക്തമാകുന്നു എന്നാണ് പറയുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ദിവ്യബലി അർപ്പണത്തിൽ ഇന്നും എപ്പോഴും ഞാൻ ഓർക്കുന്ന, അന്നു മുതൽ ഞാൻ ചെയ്യുന്നുണ്ട്, ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന കർമ്മത്തിൽ ആ കാസ, വലിയ കാസ പിതാവിന്റെ നെറ്റിയിൽ ഇങ്ങനെ മുട്ടിച്ച് വെച്ചുകൊണ്ട് ഏതാനും സെക്കൻഡ് അവിടെ നിൽക്കും. കാരണം തന്റെ ശിരസിന് മുകളിൽ ആ കാസയിൽ ഉള്ളത് യേശുവിന്റെ രക്തമായി മാറുന്നു. ആ വീഞ്ഞ് യേശുവിന്റെ രക്തമായി മാറുന്നു. ആ രക്തം ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, പതിനായിരക്കണക്കിന്, കോടിക്കണക്കിന് മക്കൾക്ക് ജീവൻ നൽകുന്നതാണ് സ്വർഗയാത്രയില്. വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെ വിശുദ്ധനാക്കി മാറ്റിയത് ഈ പരിശുദ്ധ കുർബാനയല്ലേ? എഫ്രാസ്യമ്മയെ വിശുദ്ധിയാക്കി മാറ്റിയത് ഈ പരിശുദ്ധ കുർബാനയല്ലേ? അൽഫോൻസാമിയെ വിശുദ്ധിയാക്കി മാറ്റിയത് ഈ കുർബാന സ്വീകരണമല്ലേ? അപ്പം എടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകുകയാണ് അവിടുന്ന്. ആ നൽകുന്നത് നമ്മൾ സ്വീകരിക്കുക. ഹൗ വി വിൽ റിസീവ്. നമ്മൾ എങ്ങനെയാണ് യേശുവിനെ സ്വീകരിക്കുന്നത്? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുക്കമില്ലാതെ നമുക്ക് സ്വീകരിക്കാം. പൗലോസ്ലീഹ പറയുക, നിങ്ങളിൽ പലരും രോഗികളും അസ്വസ്ഥരുമായി തീർന്നിരിക്കുന്നത് ഈ അപ്പം വിശുദ്ധിയില്ലാതെ സ്വീകരിച്ചതുകൊണ്ടാണ്. വിശുദ്ധിയോടെ സ്വീകരിക്കാനുള്ള കർമ്മങ്ങള് നമ്മുടെ കുർബാനയിൽ തന്നെയുണ്ട്. മാരകമല്ലാത്ത പാപങ്ങളെല്ലാം കുർബാനയിൽ ഏറ്റുപറയുമ്പോൾ മാറുകയാണ്. ലാറ്റിൻ സഭയിലാണെങ്കിൽ ഇൻ ദ ഫാദർ ആൻഡ് ഓഫ് ദ സൺ ആൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞതിന് ശേഷം, ആശീർവദിച്ചതിന് ശേഷം, ലെറ്റ് us reflect a moment about our sins and failures, ask pardon from our Lord. ആരംഭത്തിൽ തന്നെ അനുരഞ്ജനപ്പെട്ടുകൊണ്ട് യേശുവിന്റെ മക്കളായിട്ട് കുർബാന അർപ്പിക്കുവാനാണ് ലാറ്റിൻ സഭയിൽ പറയുന്നത്. എന്നാൽ സീറോ മലബാർ സഭയിലേക്ക് വരുമ്പോൾ പരിശുദ്ധ കുർബാന ഉയർത്തിപ്പിടിക്കും. പറയും, ഇത് ജീവനുള്ള അപ്പം എന്ന് പറയുന്നു. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം എന്ന് പറഞ്ഞ് പിന്നീട് ആ പാട്ട് തീരുമ്പോൾ അനുതാപത്തിലേക്ക് സർവ്വജനങ്ങളും കടക്കുകയാണ്. അനുതാപമുള്ള ഹൃദയത്തോടെ പിന്നീട് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലി, മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ സ്വീകരിക്കുകയാണ്. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വൈദികൻ പണ്ടൊക്കെ നാവിൽ വെച്ച് കൊടുക്കുമ്പോൾ, നമ്മുടെ കരങ്ങളിൽ വെച്ച് കൊടുക്കുമ്പോൾ ആ ഈശോയുടെ ശരീരവും രക്തവുമായി മാറിയ ആ അപ്പം കാഴ്ചയിൽ അപ്പമായിരിക്കാം, പക്ഷേ അത് യേശുവാണെന്നുള്ള വിശ്വാസത്തോടെ ആ പുരോഹിതൻ കൊടുക്കുമ്പോഴും, ആ വിശ്വാസത്തോടെ ഏത് വ്യക്തി അത് സ്വീകരിക്കുമ്പോഴും യേശുവിന്റെ ശരീരമാണ് പ്രിയമുള്ളവരെ നമ്മൾ സ്വീകരിക്കുന്നത്. ആ അവസരത്തില് എത്രയോ രോഗശാന്തികള്, അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സഭ വിട്ടുപോകുവാനായിട്ട് ആലോചനയൊക്കെ നടത്തിയിരുന്ന വ്യക്തികളോട് ഞാൻ പറയും, നിങ്ങൾ വിശ്വാസപൂർവ്വം ഒരു ദിവ്യബലി അർപ്പിക്കുക, വിശ്വാസപൂർവ്വം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക. ആ ജീവിക്കുന്ന ക്രിസ്തു, മിശിഹായുടെ ശരീരമാകുന്ന ക്രിസ്തു, ഈശോ നമ്മിലേക്ക് കടന്നു വരും. വിശുദ്ധ പാദ്രോപ്പിയോ വലിയ ഭക്തനാണ്. ഈശോയുടെ പഞ്ചശതമുണ്ടായിരുന്ന വലിയൊരു വിശുദ്ധനാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിലാണ് മരിച്ചത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1968 ആ വിശുദ്ധന്റെ കൂടെ ദീപബലി അർപ്പിച്ച പുതുശ്ശേരി സിൽവസ്റ്റർ അച്ഛനെ ഓർക്കുകയാണ്. CMI സഭയിൽ ഞാൻ CMI സഭയിലേക്ക് ചെല്ലുമ്പോൾ ഈ പാദ്രോപ്പിയോട് ഒരുമിച്ച് കുർബാന ചൊല്ലിയെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞിരുന്നു.
അദ്ദേഹം, ഞാൻ വൈദികനായതിനു ശേഷം മരിക്കുന്നതിന് മുമ്പ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ വിശുദ്ധനെ കുറിച്ച്, പാദ്രോപ്പിയെ കുറിച്ച് അദ്ദേഹം വ്യക്തിപരമായി എന്നോട് പറഞ്ഞത് എൻ്റെ ഹൃദയത്തിൽ തുടിക്കുന്ന ഓർമ്മകളാണ്. പരിശുദ്ധ കുർബാന സ്വീകരിച്ച ശേഷം അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു വചനമുണ്ട്, ലോർഡ് ഓൾവേസ് സ്റ്റേ വിത്ത് മീ, കർത്താവെ നിത്യം എന്നിൽ വസിച്ചാലും. ഞാനതൊരു ഗാനമായിട്ട് എഴുതി, കർത്താവാം യേശുവേ നിത്യം വസിച്ചാലും, ബേത്ലഹേമിലെ പുൽത്തൊഴുത്തും കാൽവരി മലയിലെ യാഗവും. ഞാൻ എന്നും പരിശുദ്ധ കുർബാന സ്വീകരിച്ച ശേഷം എൻ്റെ മനസ്സിൽ എപ്പോഴും ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ്, ലോർഡ് ഓൾവേസ് സ്റ്റേ വിത്ത് മീ. അപ്പോൾ കർത്താവ് നമ്മുടെ കൂടെ എപ്പോഴും ആയിരിക്കണമെന്ന് വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മളോട് പറയുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം AD 57 കേട്ടോ എഴുതിയത്. പൗലോസ്ലീഹയുടെ ആ തൻ്റെ വചനത്തിൽ അവസാനത്തെ വചനം, ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. പാനം ചെയ്യുമ്പോഴെല്ലാം, ഭക്ഷിക്കുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി, ഇൻ റിമംബറൻസ് ഓഫ് മീ, ഇതിന്റെ സ്മരണയ്ക്കായി ചെയ്യുവിൻ. നമ്മൾ പലതും മറന്നുപോകും. പക്ഷേ ഈ പരിശുദ്ധ കുർബാന ചൊല്ലുമ്പോൾ ഈശോ ബെത്ലഹേമിൽ പിറന്ന കാര്യം നാം ഓർക്കുന്നുണ്ട്. തന്റെ പരസ്യ ജീവിതം വചന പ്രഘോഷണങ്ങളിലൂടെയും വചന വായനയിലൂടെയും നമ്മൾ ഓർക്കുന്നുണ്ട്. തുടർന്ന് ആ കൂദാശ വചനങ്ങൾ ചൊല്ലുന്നുണ്ട്, കാഴ്ചവെപ്പുണ്ട്, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അപ്പൊ ക്രിസ്തുവിനെ മുഴുവനും ഓർക്കുന്നതോടൊപ്പം ത്രിത്വൈക ദൈവത്തെ, പിതാവായ ദൈവത്തെയും പുത്രനായ മിശിഹായെയും വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവിനെയും ഓർക്കുക മാത്രമല്ല, കുർബാനയില് പരിശുദ്ധാത്മാവെ നീ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ അപ്പത്തിലും വീഞ്ഞിലും യേശുവിന്റെ ശരീരത്തിനും രക്തത്തിലും മാത്രമല്ല, പ്രിയമുള്ളവരെ, ആ പ്രാർത്ഥന ചെല്ലുമ്പോൾ അപ്പവും വീഞ്ഞിലേക്കും മാത്രമല്ല, നിങ്ങളുടെ ശരീരം യേശുവിന്റെ ശരീരമാണ്, നിങ്ങളുടെ രക്തം യേശുവിന്റെ രക്തമാണ്. നിങ്ങളുടെ ശരീരത്തിലേക്കും നിങ്ങളുടെ രക്തത്തിലേക്കും ആത്മാവേ, പന്തക്കോസ്താ ദിനത്തിൽ ഇറങ്ങി വന്ന അഗ്നിയെ, പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഞാനിത് പ്രാർത്ഥിക്കുന്ന ഈ അവസരത്തിൽ ഭക്തിപൂർവ്വം കേട്ടുകൊണ്ടിരിക്കുന്ന ആരുടെയോ ശരീരത്തിൽ, പ്രത്യേകിച്ച് ചെറിയ ചെറിയ കുരുക്കൾ പോലെ ശരീരം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളിലേക്ക് ആ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നുകൊണ്ട് സൗഖ്യം നടത്തുന്നതായിട്ട് എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വരികയാണ്. ദൈവമേ, യേശുവേ, പരിശുദ്ധാത്മാവേ, ഇതുപോലെ ശരീരത്തിൽ കുരുക്കളായിട്ട് കഴിയുന്ന വ്യക്തികളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഈ വചന പ്രഘോഷണ അവസരത്തിൽ തന്നെ ദൈവമേ സൗഖ്യം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്ഥാപന വാക്യങ്ങൾ രണ്ടാമത് വരുന്നത് മർക്കോസിന്റെ സുവിശേഷമാണ്. നമുക്കറിയാം, മർക്കോസ് ഈ സുവിശേഷം എഴുതുന്നത് AD 65 70 ഇടയ്ക്ക് റോമിൽ വെച്ചാണ്. അവിടെ നമ്മൾ കാണുന്നത്, പ്രത്യേകിച്ച് മർക്കോസിന്റെ സുവിശേഷം 14, 22, 24 കാണുന്നത്, ഒന്ന്, ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ചു. ആ ശിഷ്യന്മാരെല്ലാവരും ഭക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് യേശു അപ്പം എടുത്തത്. ഒരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്, അപ്പം ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് യേശു അപ്പം എടുത്തത് എന്ന് പറയുകയാണ്. ആശീർവദിച്ച് മുറിച്ചവർക്ക് നൽകി. നമ്മൾ കൊറിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അത് കണ്ടു കഴിഞ്ഞു. ഇത് സ്വീകരിക്കുവിൻ, ഇത് എൻ്റെ ശരീരം. സ്വീകരിക്കുവാൻ ഈശോ ആഹ്വാനം ചെയ്യുകയാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ. രണ്ടാമത്, അനന്തരം പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് നൽകി. എല്ലാവരും അതിൽ നിന്ന് പാനം ചെയ്തു. അവൻ അവരോട് അരുളി ചെയ്തു, ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. അവിടെ ഈ കൂദാശ വചനത്തിൽ നമ്മൾ കാണുന്നത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതായ തിരു രക്തമാണ്, തിരു ശരീരമാണ്. ഇന്ന് ലോകത്തെ എവിടെയാണ് പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടാത്തത്? ഞാൻ ഈ വചനം പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിന്റെ എവിടെയെങ്കിലും ഒക്കെ പരിശുദ്ധ കുർബാന ചൊല്ലുന്നുണ്ട്. അനേകർക്ക് വേണ്ടി 2014 നവംബർ 23 പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയോടൊപ്പം കുർബാന അർപ്പിച്ചു. സ്നേഹമുള്ളവരെ, ആ കുർബാനയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ പ്രധാന അൾത്താരയിൽ നിന്ന് പരിശുദ്ധ പിതാവ് അർപ്പിച്ച ആ കുർബാനയിൽ ഈ ആയിരക്കണക്കിന് വൈദികരും മെത്രാന്മാരും കർദിനാളന്മാരും ആയിരക്കണക്കിന് സിസ്റ്റേഴ്സും പങ്കെടുത്ത ആ കുർബാനയിൽ അൾത്താരയിൽ നിന്നും പരിശുദ്ധ കുർബാന കൊടുക്കാനായിട്ട്
താലത്തിൽ എൻ്റെ കയ്യിലേക്ക് കൊണ്ടുവന്ന് തരികയാണ്, കുസ്തോതി കൊണ്ടുവന്ന് തരികയാണ്. എത്രയോ സന്തോഷമാണ്. അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന യേശുവിന്റെ ശരീരം, അനേകർക്ക് വേണ്ടി കൊടുക്കപ്പെടുന്ന ശരീരം, പ്രിയമുള്ളവരെ, എടുത്തുകൊണ്ട് ആ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് കടന്നു ചെന്ന് നൂറുകണക്കിന് ആളുകൾക്ക് മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വലിയ ദൈവത്തിന്റെ അനുഗ്രഹം ഈ എളിയ ദാസന് ലഭിച്ചു. ഈ അവസരത്തിൽ വൈദിക വൃത്തിയിലേക്ക് ധാരാളം മക്കളെ ദൈവം തിരഞ്ഞെടുക്കുന്നതായിട്ട് എന്റെ മനസ്സിൽ വരുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് നല്ല വൈദികരുണ്ടാകണം, നല്ല ശുശ്രൂഷകരുണ്ടാകണം. മക്കള് വൈദികരാകണമെങ്കിൽ, ആ വൈദിക വൃത്തിയിൽ തുടരണമെങ്കിൽ, പ്രിയമുള്ളവരെ, നിങ്ങൾ കുടുംബത്തിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ സെമിനാരിയിൽ ചേർന്ന അന്നു മുതൽ എൻ്റെ അപ്പൻ 6 സ്വർഗസ്നായ പിതാവ് 6 നന്മ നിറഞ്ഞു പറയും, 6 ത്രിത്വസ്തുതിയും ചെല്ലും. പിന്നീട് ഞാൻ അച്ഛനായതിനു ശേഷം 1994 ജനുവരി 4-ാം തീയതി ആയതിനു ശേഷം എല്ലാ ദിവസവും എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി ഒരു ജപമാല ചൊല്ലും. മാത്രമല്ല മൊത്തം 9 കൊന്ത ചൊല്ലും. എൻ്റെ അനുജന് വേണ്ടി അച്ഛനാണ്, ഇപ്പോൾ അദ്ദേഹം ബിഷപ്പാണ് ഇറ്റാനഗറിൽ. ഞാൻ വിശ്വസിക്കുകയാണ്, എൻ്റെ അനുജൻ ബിഷപ്പായത് എൻ്റെ പിതാവിൻ്റെ നിരന്തരമായ ആ കുർബാനയാണ്. അദ്ദേഹം മരിക്കുന്നതിന് ഏതാനും നാളുകൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞൊരു വാക്കുകൂടി പറയട്ടെ. ഞാൻ ഇന്നേ വരെ തിരുസഭയുടെ കൽപ്പന ലംഘിച്ചിട്ടില്ല, ദൈവപ്രമാണം ലംഘിച്ചിട്ടില്ല എന്ന് എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്, നന്ദിയോടെ ഓർക്കുകയാണ്. ഒരു പക്ഷേ ഈ പാതയിലൊക്കെ കടന്നു വരാനും എൻ്റെ അനുജൻ ബിഷപ്പാകാനും എൻ്റെ 2 പെങ്ങന്മാര് സിസ്റ്റേഴ്സ് ആകാനും കാരണം എൻ്റെ മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥനയാണ്, എൻ്റെ പിതാവിൻ്റെ പ്രാർത്ഥനയാണ്. അമ്മ നേരത്തെ മരിച്ചുപോയി. ഞങ്ങളെയൊക്കെ വളർത്തി വലുതാക്കിയ ആ പിതാവിൻ്റെ ചുടു കണ്ണുനീരുകള്, ജപമാലകള്, പ്രാർത്ഥനകള്, ദീപികാരുണ്യ സ്വീകരണമാണ്. അനേകർക്ക് വേണ്ടി കൊടുക്കപ്പെടാൻ, മാതാപിതാക്കന്മാരിലൂടെ കൊടുക്കപ്പെടാൻ ദൈവം തിരഞ്ഞെടുക്കുന്ന മക്കളെ പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ ഒരുക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മൂന്നാമത്, പരിശുദ്ധ കുർബാനയുടെ സ്ഥാപന വാക്യങ്ങൾ നമ്മൾ കാണുന്നത് മത്തായിയുടെ സുവിശേഷത്തില് 26-ാം അധ്യായത്തിലെ 26 മുതൽ 30 വരെയുള്ള വചനങ്ങളിലാണ്. എവിടെയാണ് പെസഹ ആചരിക്കണം? അപ്പോൾ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് ചെല്ലുക, അവിടെ വെള്ളം ചുമന്നു കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനെ കാണും, അവിടെ നിങ്ങൾ പെസഹ ഒരുക്കുവിൻ. എവിടെയാണ് പെസഹ ഒരുക്കുന്നത്? വലിയ കത്തീഡ്രലുകളിലാണോ? വലിയ ബസിലിക്കകളിലാണോ? ദേവാലയങ്ങളിലാണോ? അതെ, എല്ലാം ശരി തന്നെ. പക്ഷെ യേശു പറയുന്നു, നിനക്കൊരടയാളം തരുന്നു. മനുഷ്യൻ വെള്ളം ചുമന്നു കൊണ്ടുപോകുന്ന, കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ ഹൃദയത്തിൽ ദൈവബലി അർപ്പിക്കണം മക്കളെ. ആ കർത്താവ് അരുളി ചെയ്ത അതാണ്, കഷ്ടപ്പെടുന്നവരുടെ വീടുകളിൽ. ഞാനൊരു സംഭവം നിങ്ങളോട് പറയാം. കുറച്ച് നാളുകൾക്ക് മുമ്പ് 4 പെൺമക്കളുള്ള ഒരു വീട്, 4 പെൺമക്കളെയും വിവാഹം കഴിച്ചു വിട്ടു. അതിൽ ഒരു മകള് വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, അച്ഛാ, എൻ്റെ ചാച്ചൻ മരിക്കാറായിട്ട് കിടക്കുകയാണ്, എൻ്റെ ചാച്ചൻ ഒരാഗ്രഹമുണ്ട്, ഒരു കുർബാന ചെല്ലണം. എറണാകുളം സൈഡിലാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ചെല്ലിത്തരാം. അങ്ങനെ കൂനമാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നു. അവിടെ അപ്പന് വേണ്ടി ദീപബലി അർപ്പിക്കുവാനായിട്ട് 4 മക്കളും അവരുടെ മക്കളും ഭർത്താക്കന്മാരും വീട്ടുകാരും എല്ലാം ഒന്നിച്ചു വന്നിട്ടുണ്ട്. അവരൊരു നല്ല ഹോളുണ്ട്. ആ ഹോളില് മനോഹരമായിട്ട് അലങ്കരിച്ച് ദീപബലിക്കായിട്ട് ഒരുക്കിയിരിക്കുകയാണ്. അപ്പൻ വേറൊരു മുറിയിലാണ് കിടക്കുന്നത്. ഞാൻ അവരോട് പറഞ്ഞ കാര്യം, അപ്പന്റെ രോഗമല്ലേ, അപ്പന് വേണ്ടിയല്ലേ നമ്മൾ ദീപബലി അർപ്പിക്കുന്നത്? ഈ അപ്പന്റെ ഒരു പ്രശ്നം, അപ്പന്റെ മലദ്വാരത്തില് അനസില് ക്യാൻസറാണ്, പഴുപ്പാണ്, ശക്തമായ മണമാണ്. ഈ മണമുള്ളയിടത്തേക്ക് അർപ്പിക്കാനായിട്ട് ആരെങ്കിലും തയ്യാറാകുമോ? ഞാൻ പറഞ്ഞു, നമുക്ക് അപ്പന്റെ അടുത്ത് പോയിരുന്ന് അവിടെ ഒരു സ്റ്റൂൾ വെച്ചുകൊണ്ട്, ഒരു ചെറിയ കസേരയിൽ ഇരുന്നു കൊണ്ട് ഞാൻ അന്ന് കുർബാന തുടങ്ങി. അന്ന് ആ പെസഹ തിരുനാളിൽ നിന്ന് തുടങ്ങി അവസാനം വരെ അതിനിടയ്ക്ക് ഒരു വചന പ്രഘോഷണവും കൊടുത്തു, പ്രിയമുള്ളവരെ. പക്ഷെ കുർബാനയില് ഉദ്ധാന ഗീതം പാടുന്ന അവസരം മുതല്, സർവാധിപനാം കർത്താവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുന്ന നിമിഷം മുതല്
ആ വീട്ടിൽ ആ മണം ഇല്ലാതെയായി. ഹല്ലേലൂയ. ആ അപ്പൻ വളരെ ഭക്തിയോടെ, എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഭക്തിയോടെ കുർബാന കണ്ടിട്ടുള്ള ഒരു വ്യക്തിയുമില്ല. ഈ അപ്പന് ആ കുർബാന കഴിഞ്ഞപ്പോൾ അപ്പന്റെ മലദ്വാരത്തിലൂടെ വരുന്ന പഴുപ്പില്ലാതെയായി, ആ രോഗം ആശ്വാസമായി. പരിശുദ്ധ കുർബാന മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ എന്ന് പറഞ്ഞു സ്വീകരിച്ചു. എവിടെയാണ് പെസഹ ആചരിക്കേണ്ടത്, ഒരുക്കേണ്ടത്? മനുഷ്യ ഹൃദയത്തിലാ, രോഗികളുടെ മുമ്പിലാ, തകർച്ചകൾ അനുഭവിക്കുന്നവരുടെ മുമ്പിലാ. അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മൾ ചെയ്യണം. പള്ളി വേണ്ടെന്നോ, കത്തീഡ്രൽ വേണ്ടെന്നോ, ബസിലിക്ക വേണ്ടെന്നോ ഒന്നുമല്ല, അതെല്ലാം ആവശ്യമാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ എവിടെയാണ് പെസഹ ആചരിക്കേണ്ടത്? ആ അപ്പം പെസഹായുടെ പശ്ചാത്തലത്തിൽ അപ്പം എടുത്ത് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. അതാണ് പ്രധാനപ്പെട്ടത്. യേശുവിന്റെ കരത്തിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. കുർബാനയെ അർപ്പിക്കുന്ന വൈദികന്റെ കരത്തിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ഞാനൊരു കൊച്ചു സംഭവം കൂടി പറയാം. ഒത്തിരി അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നിട്ടുള്ളതാണ് അടിമാലി വിശ്വദീപ്തി സ്കൂളിന്റെ അവിടെയുള്ള ചാപ്പല്. ഒരു സഹോദരി, ചെറുപ്പക്കാരിയായ ഒരു സഹോദരി കടന്നു വന്നിരിക്കുകയാണ്. അവരുടെ ചുണ്ടൊക്കെ പാണ്ഡുരോഗമുണ്ട്, കൈയുടെ വിരലുകളൊക്കെ പാണ്ഡുരോഗമാണ്, ആരംഭമാണ്. പൊട്ടി കരഞ്ഞുകൊണ്ട് അവൾ വന്നു. നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അന്ന് ദിവ്യബലിയില് ഈ സ്ത്രീ പള്ളിയുടെ മുമ്പിൽ തന്നെ വന്നിരുന്നു. അന്ന് പരിശുദ്ധ കുർബാന കൊടുക്കുമ്പോൾ മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ, സ്നേഹമുള്ളവരെ, ഈ സ്ത്രീയുടെ പാണ്ഡുരോഗം, ചുണ്ടിലുള്ള പാണ്ഡുരോഗം, കൈയുടെ വിരലിലുള്ള പാണ്ഡുരോഗം പൂർണ്ണമായി സൗഖ്യപ്പെട്ടു. ജീവിക്കുന്ന ക്രിസ്തു, ജീവിക്കുന്ന അപ്പം, ആ കോർപ്പസ് ക്രിസ്തിയുടെ പരിശുദ്ധ കുർബാനയുടെ തിരുനാളാണ് ഇന്ന് ലോകം മുഴുവനും ഈ ജൂൺ 2 2024 ആഘോഷിക്കുന്നത്. ഇത് ഒരു സംഭവം മാത്രമല്ല. നീണ്ട 14 വർഷക്കാലം CMI നിർമ്മൽ ഗ്രാം ധ്യാന കേന്ദ്രം തുടങ്ങുകയും അതിന്റെ ശുശ്രൂഷകൾ നടത്തുകയും ചെയ്യുമ്പോൾ പരിശുദ്ധ കുർബാനയുടെ അവസരത്തിൽ നടന്ന 100 സംഭവങ്ങൾ പറയാം. ജീവിക്കുന്ന യേശു ഇന്നും നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക്, നമ്മിലേക്ക് കടന്നു വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഓ, അച്ഛന്റെ പ്രസംഗം നീണ്ടുപോയെന്ന്. ശരി, നീണ്ടുപോയ ഒരു പ്രസംഗമാണ്. കഴിഞ്ഞ ഞായറാഴ്ച തൃത്വത്തിന്റെ തിരുനാൾ ദിവസം 50 മിനിറ്റിൽ കൂടുതലുള്ള എൻ്റെ വചന പ്രഘോഷണം 8500 പേരിൽ കൂടുതൽ ഞാനിത് പറയുമ്പോൾ കണ്ടു കഴിഞ്ഞു. അത്രയും നീണ്ട പ്രസംഗങ്ങൾ. പലരും വ്യക്തിപരമായിട്ട് എന്നെ വിളിച്ച് സംസാരിച്ചു. അച്ഛാ, ഈ ലോങ് ആയിട്ടുള്ള നീണ്ട പ്രസംഗങ്ങൾ ഹൃദയത്തെ സ്പർശിക്കും. അതേ സ്നേഹമുള്ളവരെ, വലിയ പ്രസംഗങ്ങൾ, നീണ്ടുപോകുന്ന പ്രസംഗങ്ങൾ, വചന പ്രഘോഷണങ്ങള്, കർത്താവിന്റെ ശക്തമായ ഇടപെടലുകൾ നടക്കും. മത്തായിയുടെ സുവിശേഷത്തില്, പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തില് ഈശോ ശിഷ്യന്മാരോട് പറയാ, നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവിൻ. ഈ പാനം ചെയ്യുന്നതിന് ബൈബിളിൽ മനോഹരമായ ഒരു കാഴ്ചയുണ്ട്. സമറിയക്കാരിയുടെ അരികിലേക്ക് യേശു കടന്നു ചെല്ലുകയാണ്. നട്ടുച്ച നേരമാണ്, അവളൊരു വിജാതിയായ സ്ത്രീയാണ്. യേശു ചോദിക്കുകയാ, എനിക്ക് കുറച്ച് വെള്ളം താ. ഈ വെള്ളം നീ ആരോടാ ചോദിക്കണേ? ഞാനൊരു വിജാതിയായ സ്ത്രീയാണ്. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, ഞാൻ ആരാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ ആ പരിശുദ്ധാത്മാവിനെ നീ സ്വീകരിക്കുമായിരുന്നു. ഈ വെള്ളം കുടിച്ച ഞങ്ങളുടെ കന്നുകാലികളും മനുഷ്യരും ജീവിച്ചതെന്ന് സമറിയക്കാരി പറയുന്നുണ്ട്. ഈ വെള്ളം കുടിക്കുന്നവന് വീണ്ടും ദാഹിക്കും, എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് വീണ്ടും ദാഹിക്കുകയില്ല. ഒരു വിജാതിയായ സ്ത്രീ. ഈ വിജാതിയർക്ക് കൂടിയുള്ളതാണ് പരിശുദ്ധ കുർബാന. പാനം ചെയ്യുവാൻ വിജാതിയര് കർത്താവിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നതല്ലേ? തോമാസ് ശ്ലീഹ AD 52 കൊടുങ്ങല്ലൂർ വന്ന് വചനം നൽകിയെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പരിശുദ്ധ കുർബാന ഒരുക്കിയെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇന്ന് ഈ വിജാതീയരായ മക്കൾക്ക് രക്ഷ നൽകുന്നത്, ജീവൻ നൽകുന്നത് ഈ പരിശുദ്ധ കുർബാനയാണ്. വിജാതീയരായ മക്കളൊക്കെ കടന്നു വരുമ്പോൾ എത്രയോ ഭക്തിയോടെ, അനുഗ്രഹത്തോടെ, യാചനയോടെ അവർ കടന്നു വരുന്നത്. അത്രയും ആഴമായ ഭക്തിയൊന്നും എനിക്കില്ല പ്രിയമുള്ളവരെ. വിജാതീയരുടെ ആ വിജാതീയരിലേക്കും ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരിലേക്കും നയിക്കുന്നതാണ് പരിശുദ്ധ കുർബാന.
നമ്മൾ പറഞ്ഞത് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ബൈബിളിൽ 4 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ കൊറിന്തോസ്യർക്ക് എഴുതിയതിലാണ്, രണ്ടാമത്തേത് മർക്കോസിൻ്റെതാണ്, മൂന്നാമത്തേത് മത്തായിയുടേതാണ്, നാലാമത്തേത് ലൂക്കായുടെ സുവിശേഷത്തിലാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 22-ാം അധ്യായത്തിൽ 7 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുകയാണ്. ലൂക്ക 22:14 പറയുക, സമയമായപ്പോൾ. സമയം പ്രധാനപ്പെട്ടതാണ്. ആ സമയമായപ്പോൾ യേശു വന്നു. സമയമാകുമ്പോൾ രോഗികളായ മക്കളെ നിങ്ങളിലേക്ക് പരിശുദ്ധാത്മാവായിട്ട് യേശു കടന്നു വരും. സമയമാകുമ്പോൾ കടബാധിതരെ യേശു കടന്നു വരും, ദുഃഖിതരെ കടന്നു വരും, തകർച്ച അനുഭവിക്കുന്നവരെ കടന്നു വരും. ആ കടന്നു വരുന്ന യേശുവിന്റെ മുമ്പിൽ എളിമയോടും ലാളിത്യത്തോടും സ്നേഹത്തോടും കൂടെ നിങ്ങൾ ഇരിക്കണമെന്നാണ് ലൂക്കാ സുവിശേഷകൻ സമയമായപ്പോൾ എന്ന് പറയുന്ന ആ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 തരം സമയമുണ്ടെന്ന് നമുക്കറിയാം. ഒന്ന് കൈറോസ്, മറ്റൊന്ന് ക്രോണോസ്. ക്രോണോസ് എന്ന് പറഞ്ഞാൽ എനിക്ക് 65 വയസ്സ് എന്ന് പറഞ്ഞ ക്രോണോളജിക്കലാണ്. കൈറോസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സമയമാണ്. ആ ദൈവത്തിന്റെ സമയത്ത് ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് യേശു വരും. അത് വിശ്വസിക്കുക. ആ വിശ്വസിക്കുന്നവരോടുകൂടെ കർത്താവിന്റെ ശക്തി, കർത്താവിന്റെ വചനം, കർത്താവിന്റെ ശരീരം കടന്നു വരും. ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ കൂദാശ വചനങ്ങൾ ഉച്ചരിക്കുമ്പോൾ 2 തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ഒന്ന് പാനപാത്രം എടുത്തു എന്ന് ആദ്യം പറയുന്നു, പിന്നീട് അപ്പം എടുത്തു എന്ന് പറയുന്നു, വീണ്ടും പാനപാത്രം എടുത്തു. അപ്പൊ പാനപാത്രമായി തീരുക, യേശുവിനെ കൊടുക്കുന്ന പാനപാത്രമായിട്ട് പ്രിയമുള്ളവരെ നിങ്ങളായി തീരുക. യേശുവിനെ വിതയ്ക്കുന്ന വിതക്കാരനായിട്ട് ഒരു പാനപാത്രമായിട്ട് മാറുക. യേശു പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എടുക്കുകയാണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ വീടുകളിൽ നിന്ന്, നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന്. മാരീഡായിട്ടുള്ള കല്യാണ ജീവിതം നയിക്കുന്ന, കുടുംബ ജീവിതം നയിക്കുന്നവരെ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഈ ഭാര്യയും ഭർത്താവിനെയും വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്ന്, ഒരേ രക്തബന്ധമുള്ളവരല്ല നിങ്ങളാരും. അപ്പൊ കർത്താവ് എടുത്തതാണ് ആ പാനപാത്രം നിങ്ങൾ ഭക്ഷിക്കുവാനായിട്ട്, പാനം ചെയ്യുവാനായിട്ട്. എൻ്റെ ഭാര്യയെ, എൻ്റെ ഭർത്താവിനെ ദൈവം എനിക്ക് നൽകിയതാണ്. ലൂക്കായുടെ 22:17 പറയുക, അവൻ പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തതിന് ശേഷം പറഞ്ഞു, ഇത് വാങ്ങി നിങ്ങൾ ഭക്ഷിക്കുവിൻ. കൃതജ്ഞതാ സ്തോത്രം ചെയ്തതിന് ശേഷം, നന്ദി പറഞ്ഞതിന് ശേഷം വീണ്ടും പറയുന്നു, നിങ്ങൾ പങ്കുവെക്കുവിൻ. നിങ്ങൾ പങ്കുവെക്കുവിൻ എന്നാണ് ഈശോ ശിഷ്യന്മാരോട് പറയുന്നത്. നിങ്ങൾ പങ്കുവെക്കുവിൻ എന്നാണ് യേശു ശിഷ്യന്മാരോട് പറയുന്നത്. എന്താണ് പങ്കുവെക്കാനുള്ളത്? എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് വചനമാണ്, എൻ്റെ ആരോഗ്യമാണ്, എൻ്റെ ശുശ്രൂഷകളാണ്. ഒരു ഭാര്യയ്ക്ക് പങ്കുവെക്കാനുള്ളത് തൻ്റെ ശരീരമാണ്, മനസ്സാണ്, ഹൃദയമാണ്. തൻ്റെ ഭർത്താവിന് വേണ്ടി ഭർത്താവിന് പങ്കുവെക്കുവാനുള്ള തൻ്റെ ശരീരമാണ്, മനസ്സാണ്, ഹൃദയമാണ്. ഈ 2 പേരും പങ്കുവെക്കുമ്പോൾ അവർക്കൊരു കുഞ്ഞ് ജനിക്കുകയാണ്. ആ കുഞ്ഞ് ജനിക്കുന്നതിനെ സമൂഹത്തിന്, ലോകത്തിന്, സഭയ്ക്ക് പ്രദാനം ചെയ്യുകയാണ് പങ്കുവെക്കുന്ന മനോഭാവം. ഈ പങ്കുവെക്കുന്നതിനകത്ത് ഒത്തിരി ദുഃഖങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എങ്കിലും പങ്കുവെക്കുന്നവരാണ്. പരിശുദ്ധ കുർബാന പങ്കുവെക്കുവാനാണ് വിശുദ്ധ പൗലോസ് കൊറിന്തോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ലൂക്ക 22:19 പറയുന്നു, പിന്നെ അവൻ അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കൂദാശ വചനങ്ങളിൽ പാനപാത്രം എടുത്തു എന്നുള്ള 2 പ്രാവശ്യം പറയുകയാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ. എന്നാൽ അപ്പം എടുത്തു എന്ന് പറയുന്ന ഒരൊറ്റ പ്രാവശ്യമാണ്. അവിടുന്ന് അപ്പം എടുത്ത് കൊടുക്കുകയാണ്, മുറിച്ച് നൽകപ്പെടുകയാണ്. യേശുവിൻ്റെ വചനങ്ങൾ അതിൽ ചൊല്ലുകയാണ്. ജനങ്ങളുടെ ഇടയിലുള്ള ഒരു പൊതുവിചാരം, ഈ കൂദാശ വചനങ്ങൾ ചൊല്ലുമ്പോഴാണ് ഈശോയുടെ ശരീരവും രക്തവുമായി മാറുന്നു എന്ന്. നമ്മളും കുറെയൊക്കെ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ഓറിയന്റൽ സഭയിൽ പരിശുദ്ധ കുർബാന തുടങ്ങുന്ന നിമിഷം മുതൽ അവസാനം വരെയുള്ള പ്രാർത്ഥനകളിലൂടെ, ചെറിയ ചെറിയ പ്രാർത്ഥനകളിലൂടെ കർത്താവിൻ്റെ ശരീരവും രക്തവുമായിട്ട് മാറുന്നു എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. വർഗീസ് പാത്തികുളങ്ങര അച്ഛൻ്റെ ക്ലാസ്സുകൾ ഒത്തിരി അറ്റൻഡ് ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി എന്ന് പറയുന്ന ആ പുസ്തകം പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നത് കുർബാനയുടെ ആരംഭം മുതൽ ഈശോയുടെ ശരീരവും രക്തവുമായി മാറുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ പരിശുദ്ധ കുർബാനയുടെ സ്ഥാപന വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയില്ല.
എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ AD 95 യോഹന്നാൻ എഫേസുസിൽ വെച്ച് ഈ യോഹന്നാന്റെ സുവിശേഷം എഴുതുന്നത്. ആ കാലഘട്ടമായപ്പോഴത്തേക്കും 1 നൂറ്റാണ്ട് കൊണ്ട് ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലൂടെയും ഈ കുർബാന പ്രചാരം ലഭിച്ചു കഴിഞ്ഞിരുന്നു. എല്ലായിടത്തും ഈശോയുടെ ശിഷ്യന്മാർ പലയിടങ്ങളിലും പോയി. തോമസ് ലീഹ ഇന്ത്യയിലേക്ക് വന്നു AD 52. അങ്ങനെ എല്ലായിടത്തും അറിയപ്പെടുന്ന ഒരു കാര്യം വീണ്ടും എഴുതാൻ യോഹന്നാൻ സുവിശേഷകൻ ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സുവിശേഷം വ്യത്യസ്തമായ ഒരു സുവിശേഷം. പക്ഷേ പരിശുദ്ധ കുർബാനയെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ജീവന്റെ അപ്പം, സ്വർഗത്തിൽ നിന്ന് മന്നയാണ് ഭക്ഷിച്ചിരുന്നതെങ്കിൽ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മന്നയാണ് നൽകിയതെങ്കിൽ, ഇവിടെ നിന്ന് യേശുവിന്റെ ശരീരം തന്നെ നമുക്ക് ജീവന്റെ അപ്പം. ഈ ജീവന്റെ അപ്പം ഭക്ഷിക്കുന്നവർ എന്നും ജീവിക്കും. നിത്യരക്ഷയിലേക്കുള്ള വലിയൊരു അനുഭവമാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ കുർബാന ഭക്തിയായി അനുഭവിക്കണമെങ്കിൽ, ഹൃദയത്തിൽ നിറഞ്ഞു വരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ഇത് യേശുവിന്റെ ശരീരമാണ്, ഇത് എൻ്റെ രക്തമാണ് എന്ന് വിശ്വസിക്കുന്നതോടുകൂടി പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മിലേക്ക് യേശു കടന്നു വരും. നമ്മുടെ ദൈവവിളിയിൽ ഉറച്ചു നിൽക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കും. ആര് പരിശുദ്ധ കുർബാന മാറ്റിവെക്കുന്നുവോ അവരുടെ ദൈവവിളിയൊക്കെ സാവധാനം നഷ്ടപ്പെട്ടു പോകുന്നു. 2, പരിശുദ്ധ കുർബാനയുടെ ഏറ്റവും അനുഭവം നമുക്ക് ലഭിക്കണമെങ്കിൽ ആ പ്രാർത്ഥനകളെല്ലാം ഉറക്കെ ചെല്ലുക, സ്ഫുടമായിട്ട് ചെല്ലുക, അക്ഷരശുദ്ധിയോടെ ചെല്ലുക. ഉറക്കെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മിലേക്ക് കടന്നു വരുന്ന വലിയൊരു അനുഭവം നമുക്ക് ലഭിക്കും. 3, ചെറിയ പ്രാർത്ഥനകളുടെ സമാഹാരമാണ് ഈ കുർബാനയിലെ പ്രാർത്ഥനകൾ. അതിൽ സങ്കീർത്തനങ്ങളുണ്ട്, ഗാനങ്ങളുണ്ട്, ചെറിയ പ്രാർത്ഥനകളും എല്ലാം ഉണ്ട്. അപ്പൊ ഈ ചെറിയ പ്രാർത്ഥനകളുടെ സമാഹാരമാണ് പരിശുദ്ധ കുർബാന ഏറ്റവും വലിയ പ്രാർത്ഥനയാക്കി മാറ്റുന്നത്. റീത്ത് ഏതെങ്കിലും ആകട്ടെ, നമ്മൾ എങ്ങനെ പങ്കെടുക്കുന്നു, വിശുദ്ധിയോടെ പങ്കെടുക്കുന്നുവോ? പരിശുദ്ധ കുർബാന ഞാൻ അർപ്പിക്കാൻ പോകുമ്പോൾ വിശുദ്ധിയോടെ ഒരുങ്ങിയാണോ പോകുന്നത്? 4, നമുക്ക് താരതമ്യം ചെയ്യാതിരിക്കുക. പരിശുദ്ധ കുർബാന ഒരു അനുഭവമായി മാറണമെങ്കിൽ ഒരു ലിറ്റർജിയെ കുറിച്ചും താരതമ്യം ചെയ്യേണ്ട. അൽമായർ എന്ന നിലയിൽ നമുക്ക് ചെല്ലുക, ഭക്തിപൂർവ്വം പങ്കെടുക്കുക. ലാറ്റിൻ കുർബാനയാണ് നല്ലതെന്ന് പറയാൻ പറ്റുകയില്ല. സീറോ മലബാർ കുർബാനയാണ് നല്ലതെന്ന് പറയാൻ പറ്റുകയില്ല. ഈ 2 കുർബാനയും പലപ്പോഴും ഞാൻ പലയിടങ്ങളിൽ വെച്ച് ചെല്ലുന്ന ഒരു അച്ഛനാ. ഇറ്റാനഗറില് എൻ്റെ അനുജന്റെ മെത്രാഭിഷേക പ്രാർത്ഥനയ്ക്ക് ശേഷം പിറ്റേ ദിവസം പിതാവ് പറഞ്ഞു, അച്ഛ കുർബാന അർപ്പിക്ക്. അന്ന് കാട്ടുറോടി പിതാവും എൻ്റെ അനുജൻ ബെന്നി പിതാവും ഒരുമിച്ച് ഞാൻ മെയിൻ സെലബ്രന്റ് ആയിട്ട് കുർബാന അർപ്പിക്കാൻ സാധിച്ചു. ദൈവം നൽകുന്ന മനോഹരമായ കാഴ്ചകളല്ലേ, ദൈവം നൽകുന്ന കൃപകളല്ലേ. ദൈവം നൽകുന്ന ആ കൃപകൾ എളിമയോടെ സ്നേഹത്തോടെ സ്വീകരിക്കുക. 5, പരിശുദ്ധ കുർബാന ചൊല്ലുമ്പോൾ ഇമാജിൻ ചെയ്യാൻ സാധിക്കുക. അപ്പൊ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന് പറയുമ്പോൾ മാലാഖമാര് യേശു ജനിക്കുന്ന അവസരത്തിൽ വരുന്നതായിട്ട് കാണാൻ കഴിയുക. ഓരോ പ്രാർത്ഥനകളും ഇതുപോലെ ഇമാജിൻ ചെയ്യാൻ കഴിയും. 6, വിശുദ്ധിയോടെ കുർബാന അർപ്പിക്കുക. സാധിക്കുന്നിടത്തോളം വിശുദ്ധിയോടെ കുർബാന അർപ്പിക്കുക. ഒരുപക്ഷെ നമ്മളൊക്കെ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടാകാം. കുർബാന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സീറോ മലബാർ കുർബാനയിലാണെങ്കിൽ മൗനമായിട്ട് ആ വൈദികനൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം കുർബാന ആരംഭിക്കുക. ഏറ്റവും സ്നേഹമുള്ളവരെ, പരിശുദ്ധ കുർബാനയുടെ ഈ പ്രഭാഷണം നീണ്ടുപോയെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം എനിക്ക് തീർച്ചയുണ്ട്, വചനപ്രഘോഷണം നീണ്ടുപോകുമ്പോൾ പലരിലും ദൈവത്തിന്റെ അനുഭവം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് പ്രവർത്തിച്ച് ദൈവം വളരെയധികം അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദീർഘങ്ങളായ പ്രസംഗങ്ങളാണ് ഞാൻ നടത്താറുള്ളത്. കുർബാനയിലൊന്നുമില്ല കേട്ടോ. കാരണം 14 വർഷം ധ്യാന കേന്ദ്രത്തിലായിരിക്കുമ്പോൾ രാവിലെ മുതൽ സന്ധ്യ വരെ 10 മണി വരെ, രാത്രി 10 മണി വരെ ഞാൻ ശുശ്രൂഷ ചെയ്യും. ആരംഭ കാലഘട്ടത്തിൽ ആരും വരികയില്ലായിരുന്നു. ഞാൻ തന്നെയാണ് ശുശ്രൂഷ ചെയ്തിരുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ കുർബാനയുടെ വലിയൊരു ഭക്തനാണ് ജോൺ പോൾ മാർപ്പാപ്പ. ഈ വചനം കേൾക്കുന്ന നിങ്ങളിൽ പലരും അൽഫോൻസാമയെയും കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെയും വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുവാൻ പാലായിൽ കോട്ടയത്ത് വന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. പല വൈദികരും
അദ്ദേഹത്തിന്റെ കൈകൾ ചുംബിച്ചിട്ടുണ്ടാകും. പരിശുദ്ധ കുർബാനയുടെ ഏറ്റവും വലിയൊരു ഭക്തനായിരുന്നു വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ. അദ്ദേഹം ഒരു അപ്പസ്തോലിക ലേഖനം എഴുതിയിട്ടുണ്ട്. മാനെ നുബിസ്കും ദോമിനെ, നാഥ ഞങ്ങളോടൊത്തു വസിച്ചാലും. നാഥ ഞങ്ങളോടൊത്തു വസിച്ചാലും എന്ന് പറയുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തില് 2 ശിഷ്യന്മാര് ജെറൂസലേമിൽ നിന്ന് എമ്മാവുസിലേക്ക് പോവുകയാണ്. എമ്മാവുസ് എന്ന് പറയുന്നത് ഗാസ ആ പ്രദേശമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. യുദ്ധം നടക്കുന്ന സ്ഥലമാണ്. അവിടേക്ക് പോവുകയായിരുന്നു. ആ പോകുന്ന വഴിയില് രഹസ്യമായിട്ട് യേശു കടന്നു വന്ന് എന്തു ചെയ്തു? തോറ, നബീം, കിത്തുബീം, തോറ ഉൽപ്പത്തി പുസ്തകം മുതൽ ആദ്യത്തെ 5 പുസ്തകങ്ങള് അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. തോറ, നബീം, 3 വലിയ പ്രവാചകന്മാരും 10 ചെറിയ പ്രവാചകന്മാരെയും അവരുടെ നടപ്പില് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഓർക്കണം, നമ്മളൊക്കെ ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നവരാ. നടന്നുകൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്യുക. അക്ഷരാർത്ഥത്തിലും എടുക്കാം, നമ്മുടെ ഈ യാത്രയും എടുക്കാം. നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വചനം, 3 വചനങ്ങളും തോറ, നബീം, കിത്തുബീം ഇത് വിശദീകരിച്ചു കൊടുത്തത്. അങ്ങനെ അവർ നടന്ന് എത്തേണ്ട സ്ഥലമാകുമ്പോൾ ശിഷ്യന്മാർ പറയുകയാണ്, നാഥ ഞങ്ങളോടൊത്തു വസിച്ചാലും. മാനെ നെബുസ്കും ധോമിനെ, നാഥ ഞങ്ങളോടൊത്തു വസിച്ചാലും. 2004 അദ്ദേഹം എഴുതിയ അപ്പസ്തോലിക ലെറ്ററാണ്. അവർക്ക് ആ ശിഷ്യന്മാർക്ക് അപ്പം എടുത്ത് വാഴ്ത്തി കൊടുത്തപ്പോൾ അവരുടെ കണ്ണു തുറന്നു. അപ്പോൾ യേശു പെസഹ രാത്രിയിൽ അപ്പം എടുത്തു, ഉയർപ്പിന് ശേഷവും യേശു അപ്പം എടുത്തു, വാഴ്ത്തി കൊടുത്തു, നന്ദി പറഞ്ഞു കൊടുത്തു, ആശീർവദിച്ചു കൊടുത്തു. കണ്ണു തുറക്കുന്നത് യേശുവിൻ്റെ സാന്നിധ്യത്തിൽ അപ്പം നമ്മൾ സ്വീകരിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുമ്പോഴാണ്. പരിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയുടെ ഒരു ചാക്രിയ ലേഖനമുണ്ട് പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ച്. എക്ലിയേസിയ ദി യുക്രിസ്ത്യ, സഭയിൽ പരിശുദ്ധ കുർബാന. സഭയിലാണ് പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നത്. ആ പരിശുദ്ധ കുർബാന ഏറ്റവും ഭക്തിപൂർവ്വം ചെല്ലാം. വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖയിലും 2ാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖയിലും പരിശുദ്ധ കുർബാനയെക്കുറിച്ച് വളരെ വിശുദ്ധമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ദീപികാരുണ്യനാഥനായ ഈശോയെ, അപ്പമായി രക്തമായി ഇന്നും ഞങ്ങളുടെ ഇടയിൽ അങ്ങ് വസിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നുണ്ടല്ലോ. ആ അർപ്പിക്കപ്പെടുന്ന ബലികളിലെല്ലാം അങ്ങയുടെ ശരീരവും രക്തവുമാണ് കടന്നു വരുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ ശരീരം സ്വീകരിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്ന ഞങ്ങളുടെ പരിശുദ്ധ പിതാവിനെയും കർദിനാളന്മാരെയും മെത്രാന്മാരെയും പുരോഹിതരെയും അൽമായരെയും അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമേ, പരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുന്ന അവസരങ്ങളിൽ വളരെയധികം രോഗശാന്തികൾ നടന്നിട്ടുണ്ടല്ലോ. നാഥ, ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നട്ടല് സംബന്ധമായ രോഗങ്ങളുള്ള വ്യക്തികളുടെ ആ വേദന എടുത്തു മാറ്റണമേ. അങ്ങയുടെ ശരീരവും രക്തവും അനുഭവിക്കുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ. കർത്താവേ, അങ്ങയുടെ ശരീരവും രക്തവും സ്വീകരിച്ച കൊടുത്ത ആ നിമിഷങ്ങളിൽ നടന്ന വലിയ രോഗശാന്തികളും വലിയ അനുഭവങ്ങളും യേശുവേ ഈ അവസരത്തിൽ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. യേശുവേ, ഈ അവസരത്തിൽ ഈ നീണ്ട വചന പ്രഘോഷണം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ. ദൈവമേ, ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈ അവസരത്തിൽ ഒരു കൊച്ചു കുഞ്ഞിനെ അരികിലേക്ക് കർത്താവേ അങ്ങ് കടന്നു ചെല്ലുന്നതായിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്നതിന് നന്ദി പറയുന്നു. രോഗിയായി കിടക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നലെ എൻ്റെ അരികിൽ കൊണ്ടുവന്ന സെർബർ പ്ലാസി പിടിച്ച ആ കുഞ്ഞിനെ അങ്ങയുടെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ ആത്മാവിനെ അയച്ച് അങ്ങയുടെ ശരീരം നൽകിക്കൊണ്ട് അങ്ങയുടെ രക്തം നൽകിക്കൊണ്ട് ആ കുഞ്ഞിന് സൗഖ്യം നൽകണമേ. സെർബർ പ്ലാസി പിടിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ. മാതാപിതാക്കൾക്ക് സമാധാനം നൽകണമേ, അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇത് കേൾക്കുന്ന നിങ്ങൾ കൈകൾ കൂട്ടിപ്പിടിച്ച് സമാധാനം സ്വീകരിക്കുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കോർപ്പൂസ് ക്രിസ്തിയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേരുന്നു.
ഈ പരിശുദ്ധ കുർബാനയുടെ ഈ വചന പ്രഘോഷണം നിങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ, തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കും. നിങ്ങളുടെ കടബാധ്യതകൾ എടുത്തു മാറ്റും. രോഗങ്ങൾ സൗഖ്യപ്പെട്ടും. സംശയത്തോടെ സന്യാസ ജീവിതം ഉപേക്ഷിക്കുവാൻ, വൈദിക ജീവിതം ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ചു നിൽക്കുന്നവരെ കർത്താവ് വീണ്ടും ഈ പ്രഭാഷണം കേൾക്കുന്ന നിമിഷത്തിൽ കർത്താവ് യോജിപ്പിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമേ നന്ദി, ദൈവമേ ആരാധന. പരിശുദ്ധ പരമദൈവകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത് കേൾക്കുന്ന എല്ലാവരും ഒരാൾക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ, CMI. എൻ്റെ ഫോൺ നമ്പർ 90 74 98 42 24. ജയ് ക്രൈസ്റ്റ്.